ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് കൂട്ടുകാര് നിങ്ങളുടെ പരീക്ഷകളിൽ ഒരു കോൺവെർസേഷൻ എഴുതാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മക്കൾ അറ്റൻഡ് ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ ഒരു കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് മക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ മക്കളെ, മുന്നേ കുറെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നോട്ടീസ് എഴുതാനും അതുപോലെ തന്നെ ഡയറി എഴുതാനും പോസ്റ്റർ എഴുതാനും തോട്ട് എഴുതാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മക്കളെ. അതൊക്കെ നമുക്ക് ഇംഗ്ലീഷ് എക്സാമുകളിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ കോൺവെർസേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും ഒരേപോലെ ചോദിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നത്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ എഴുതേണ്ടത്, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അല്ലെ. മക്കൾ എല്ലാവരും റെഡി ആണല്ലോ മക്കളെ? അപ്പൊ നോക്കിക്കേ, സ്റ്റെപ്പ് 2 റൈറ്റ് എ കോൺവെർസേഷൻ. സ്റ്റെപ്പ് 2 റൈറ്റ് എ കോൺവെർസേഷൻ, അതായത് മക്കളെ ഒരു സംഭാഷണം എഴുതാനുള്ള ഘട്ടങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ മക്കളെ, ചൂസ് ദി ക്യാരക്ടേഴ്സ്. എന്താണ് മക്കളെ? ചൂസ് ദി ക്യാരക്ടേഴ്സ്. അത് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരൂലേ, അതായത് ആരൊക്കെയാണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് തരും, കൃത്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഉണ്ടായിരിക്കും അല്ലെ. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ടോം, റിയ അല്ലെ, ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്, ഒരു സംഭാഷണമാണ് എഴുതേണ്ടത്. ഓക്കെ മക്കളെ, അപ്പൊ രണ്ടിൽ കൂടുതൽ ആളുകൾ അല്ലെ, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ, രണ്ടാളുകളോ മൂന്നാളുകളോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, അതാണ് എന്ത്, കോൺവെർസേഷൻ എന്ന് പറയുന്നത് അല്ലെ, സംഭാഷണം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചൂസ് ചെയ്യാം, ചൂസ് ദി ക്യാരക്ടേഴ്സ്. ആരൊക്കെയാണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ എക്സാമിൽ ചോദിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് മിസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നോ രണ്ടോ ഡയലോഗ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പൊ ടോമും റിയയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു ടോം പറയുന്ന ഒരു ഡയലോഗും അതുപോലെ തന്നെ റിയ പറയുന്ന ഒരു ഡയലോഗും എന്ത് തരും മക്കളെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ബാക്കിയുള്ള ഭാഗങ്ങൾ മക്കൾ കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും. എന്താണ് സിറ്റുവേഷൻ എന്നുള്ളതും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഓക്കെ, കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഒരാൾ ഒരു ചോദ്യം ചോദിക്കുക, ഒരാൾ അതിന്റെ ആൻസർ പറയാം, അടുത്തൊരു ചോദ്യം വീണ്ടും ചോദിക്കുക, വീണ്ടും അതിന്റെ ഒരു ആൻസർ അല്ലെ, ഒരു ക്വസ്റ്റ്യൻ അതിലുള്ള ആൻസർ, ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പോകുന്നതാണ് എന്താ, ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് അല്ലേ മക്കളെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ചൂസ് ദി ക്യാരക്ടേഴ്സ്. ആരൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനിക്കാം. രണ്ടാമത്തേത് എന്താ മക്കളെ, ചൂസ് എ ടോപ്പിക്. അതായത് മക്കളെ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുക അല്ലെ. ഇപ്പൊ ടോമും റിയയും തമ്മിലാണ് സംസാരിക്കുന്നത്. അവർ ചിലപ്പം എന്ത് ചെയ്യാം, അവരുടെ സ്കൂളിനെ കുറിച്ചില്ല, രണ്ടുപേരും രണ്ട് സ്കൂളിലാണ് പഠിക്കുന്നത്, അവർ രണ്ടുപേരും എന്ത് ചെയ്യാം, അവരുടെ സ്കൂളിനെ കുറിച്ച് സംസാരിക്കാം അല്ലെ. അല്ലെങ്കിൽ ചിലപ്പം അവർ രാവിലെ കഴിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ അവർ ഒരു ടൂർ പോയിട്ടുള്ള അവിടെ കണ്ടിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളെ കുറിച്ചോ, അങ്ങനെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും എന്തുണ്ടാവുക മക്കളെ, ഒരു കോൺവെർസേഷൻ ഉണ്ടാവുക അല്ലേ. എന്തെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടാവില്ലേ, ചിലപ്പം നന്നായിട്ട് മഴ പെയ്യാണ്. ഓക്കെ, അപ്പൊ ആ മഴയെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടാക്കും. അപ്പൊ ആ ടോപ്പിക് എന്താ എന്നുള്ളത് നമ്മൾ എന്ത് ചൂസ് ചെയ്യും, അതും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് നമുക്ക് തരും, ഇന്നതാണ് ആ സിറ്റുവേഷൻ, ഇവരൊക്കെ തമ്മിൽ എന്താണ് സംസാരിക്കുന്നത്, അപ്പം അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ആക്കൂ എന്നുള്ള രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ആദ്യത്തെ രണ്ട് കാര്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതെന്താ എന്നുള്ളത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു, ആദ്യം തന്നെ എന്ത് പറഞ്ഞു, ചൂസ് ദി ക്യാരക്ടേഴ്സ്. ആരൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ദെൻ ചൂസ് എ ടോപ്പിക് അല്ലെ, ഒരു സബ്ജക്ട്, ഒരു ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, റൈറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ സെന്റൻസസ്. അതായത് മക്കളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസുകൾ എന്ത് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഒരുപാട് ലെങ്തി ആയിട്ട് അങ്ങനെ എഴുതാതെ മാക്സിമം എന്ത് ചെയ്യുക, ഏറ്റവും കുറഞ്ഞ വേർഡ്സിൽ എന്ത് ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, യൂസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ സെന്റൻസ് അല്ലെ, ചെറിയതും ലളിതവുമായിട്ടുള്ള വാക്യങ്ങൾ, സെന്റൻസുകൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നോക്കിക്കേ മക്കളെ, ഡു യു ലൈക്ക് ജ്യൂസ്? നിങ്ങൾക്ക് ജ്യൂസ് ഇഷ്ടമാണോ അല്ലെ, നമുക്ക് ചോദിക്കാം അല്ലെ. രണ്ട് ഫ്രണ്ട്സ് എന്ത് ചെയ്യാണ്, അവരുടെ ഫേവറേറ്റ് ജ്യൂസിനെ കുറിച്ചിട്ട്, ജ്യൂസ് എന്നുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മുടെ ടോമും റിയനെയും അല്ലേ മക്കളെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ടോം ചോദിക്കുകയാണ്, ഡു യു ലൈക്ക് ജ്യൂസ്? എന്താ ചോദിച്ചത്, ഡു യു ലൈക്ക് ജ്യൂസ്, നിനക്ക് ജ്യൂസ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ റിയ എന്തായിരിക്കും പറയാ, അതിനുള്ള മറുപടി ആയിരിക്കും പറയാ അല്ലേ മക്കളെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസും മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ക്ലിയർ അല്ലേ മക്കളെ? ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ലെറ്റ് ഈച്ച് പേഴ്സൺ സ്പീക്ക് വൺ ബൈ വൺ. അതായത് മക്കളെ ഓരോരുത്തരും മാറി മാറി സംസാരിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ടോം റിയോ ആണ് എന്ത് ചെയ്യുന്നത് സംസാരിക്കുക. അപ്പൊ ടോം ചോദിക്കാണ് ഹായ് റിയ എന്ന് പറയണം. അപ്പൊ റിയ തിരിച്ചെന്ത് പറയും? ഹായ് ടോം അല്ലെങ്കിൽ ഹലോ ടോം എന്നൊക്കെ പറഞ്ഞിട്ട് ടോമിനോട് സംസാരിക്കുകയാണ്. പിന്നെ നമ്മൾ ടോം എന്ത് ചെയ്യുക? ജ്യൂസിനെ കുറിച്ച് ചോദിക്കുകയാണ്. റിയ നിനക്ക് ഏത് ജ്യൂസാണ് ഇഷ്ടം? അപ്പൊ പിന്നീട് അടുത്തത് ആള് മാറണം അല്ലെ? ആര് പറയണം? റിയ ആയിരിക്കണം അതിനുള്ള മറുപടി പറയേണ്ടത്. എനിക്ക് മാംഗോ ജ്യൂസ് ആണ് ഇഷ്ടം. ഓക്കെ, ദെൻ അടുത്തത് ആരായിരിക്കും പറയേണ്ടത്? ടോം ആയിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആളുകൾ എന്ത് ചെയ്യണം? പേഴ്സൺസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ആദ്യം ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുക, അതിനുള്ള മറുപടി അടുത്ത ആൾ പറയാം. വീണ്ടും ഒരു കാര്യം അടുത്ത ആൾ ചോദിക്കുക, അതിനുള്ള മറുപടി മറ്റേ ആൾ പറയുക. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? ലെറ്റ് ഈച്ച് പേഴ്സൺ സ്പീക്ക് വൺ ബൈ വൺ. അതായത് മക്കളെ ഓരോരുത്തരും എന്ത് ചെയ്യണം മക്കളെ? മാറി മാറി വേണം സംസാരിക്കാൻ. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ മക്കളെ, നമ്മുടെ ടോം ചോദിക്കാന് ഡു യു ലൈക്ക് ജ്യൂസ്? എന്താ ചോദിച്ചത്? ഡു യു ലൈക്ക് ജ്യൂസ്? അപ്പൊ അതിന് മറുപടി ആയിട്ട് ആള് മാറണം അല്ലെ? ആള് മാറിയിട്ട് റിയ പറയണം യെസ് ഐ ഡു. എനിക്ക് എന്താണ്? എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാണ് അല്ലെ? ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? അപ്പൊ എന്ത് ചെയ്യണം? ആള് മാറി മാറി വരണം. അല്ലാതെ ആദ്യത്തെ ടോം ചോദിക്കുക, അടുത്തതും ടോം, പിന്നെയും ടോം, ആ രീതിയിലല്ല. ആദ്യം ടോം ചോദിച്ചു, ദെൻ റിയ പറഞ്ഞു, വീണ്ടും ടോം ചോദിക്കുന്നു, റിയ പറയുന്നു. ഓക്കെ അല്ലേ മക്കളെ? ഇനി 3 ആളുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ആളുകളെ മാറ്റി മാറ്റി ഇങ്ങനെ പേഴ്സൺസിനെ മാറ്റി മാറ്റി അവിടെ നമുക്ക് ഡയലോഗ് എഴുതാവുന്നതാണ്. അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ ഇതാ കൂട്ടുകാർക്കായിട്ടൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. ഓക്കെ അല്ല മക്കളെ? അപ്പൊ നമ്മൾ ക്യാരക്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു, സിറ്റുവേഷൻ നമ്മൾ ചൂസ് ചെയ്യണം പറഞ്ഞു, ഷോർട്ട് ആൻഡ് സിമ്പിൾ സെന്റൻസുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് മക്കളെ? ലെറ്റ് ഈച്ച് പേഴ്സൺ സ്പീക്ക് വൺ ബൈ വൺ. അതായത് ഓരോരുത്തരും എന്ത് ചെയ്യണം? ഇങ്ങനെ മാറി 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 സംസാരിക്കണം. ക്ലിയർ അല്ല മക്കളെ? 4 സ്റ്റെപ്പും ക്ലിയർ അല്ലേ? ഇനി ഏറ്റവും അവസാനത്തെ വെരി ഇമ്പോർട്ടന്റ് ഒരു സ്റ്റെപ്പാണ് എൻഡ് ദി കോൺവെർസേഷൻ പൊളൈറ്റ്ലി. അതായത് മക്കളെ സംഭാഷണം എന്തിനും നമ്മൾ നല്ല രീതിയിൽ എന്തിനും അവസാനിപ്പിക്കണം. അതിന് നമുക്ക് പ്രത്യേകം ഒരു മാർക്ക് ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോ സംഭാഷണം തുടങ്ങുമ്പോൾ ഹായ് അല്ലെങ്കിൽ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? സംഭാഷണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെ അതിനും ഒരു എൻഡിങ്ങും വേണം. എന്താണ് മക്കളെ? നമ്മൾ താങ്ക് യു എന്ന് പറയാറുണ്ടല്ല, അല്ലെങ്കിൽ ബൈ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ വെൽക്കം എന്ന് പറയാറുണ്ട് അല്ലെ? ഒരാൾ ഒരു താങ്ക്സ് പറയാൻ നമ്മൾ എന്ത് പറയും? വെൽക്കം എന്ന് പറയും. അതുപോലെ കോൺവെർസേഷൻ എന്ത് വേണം മക്കളെ? ഒരു എൻഡിങ് വേണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഒരു കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടിങ്, അതുപോലെ തന്നെ ഒരു എൻഡിങ്, പിന്നെ ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയിട്ടുണ്ടോ മിസ് പറയുന്ന കാര്യങ്ങൾ? നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കിയാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനെ ക്വസ്റ്റ്യൻ മിസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ അനു ആൻഡ് മനു അറ്റ് എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചന്തയിൽ വെച്ചിട്ട് നമ്മുടെ അനുവും മനുവും തമ്മിൽ എന്ത് ചെയ്യാണ്? കണ്ടുമുട്ടാണ്. അപ്പൊ അവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഇവിടെ മിസ് സർക്കിൾ ചെയ്യുന്ന 2 കാര്യങ്ങൾ നോക്കിക്കാൻ മക്കളെ. ഈ ഒരു സെക്ഷനും ഈ ഒരു സെക്ഷനും ഏത് കോൺവെർസേഷൻ വന്നാലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അതായത് ഹായ് പറയാ അല്ലെങ്കിൽ ഹലോ പറയാ, ലാസ്റ്റ് പോകുന്ന സമയത്ത് എന്ത് പറയാ? ബായ് പറയാ, അല്ലെങ്കിൽ താങ്ക് യു പറയാ, അല്ലെങ്കിൽ വെൽക്കം പറയാം. ഇത് മക്കളെ പഠിച്ചിരുന്നോ? നമുക്ക് എന്ത് ചെയ്യാം? ഒരുവിധം എല്ലാ കോൺവെർസേഷനും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ബാക്കി ഇങ്ങനെ എഴുതാ? ആ സിറ്റുവേഷൻ എങ്ങനെയാണ്, എന്താണ് സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ മക്കളെ, അപ്പൊ നോക്കാല്ലേ. ആദ്യം തന്നെ അനു പറയണം ഹായ് മനു, ഹലോ മനു എന്ന് പറയാണ് അല്ലെ? മനു എന്ത് തിരിച്ചു പറയുന്നു? ഹായ് അനു, ഹലോ അനു എന്നുള്ളത് തിരിച്ചു പറയുന്നു. അപ്പൊ നമുക്ക് ഹായോ ഹലോ എന്ത് വേണമെങ്കിലും മക്കളുടെ ചോയ്സിനനുസരിച്ച് അവിടെ എഴുതാവുന്നതാണ്. ഹലോ മനു, മനു എന്ത് പറയാണ്? ഹലോ അനു എന്ന് പറയാണ് അല്ലെ? അത് നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം. ഈ ആളുകളുടെ പേരുകൾ സിറ്റുവേഷൻ അനുസരിച്ച് മക്കൾ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് നോക്കിക്കേ, അനു ചോദിക്കാണ് വേർ ആർ യു ഗോയിങ്? എന്താ ചോദിച്ചത്?
Where are you going? നീ എവിടെ പോവാണ്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു അല്ലേ? നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു അല്ലേ? അപ്പൊ മനു എന്ത് പറയാണ്? I am going to the market. കണ്ടോ മക്കളെ, ആദ്യം ആര് വന്നു? അനു വന്നു. അടുത്തതാകുമ്പോ പേഴ്സൺ മാറി, മനു വന്നു. വീണ്ടും പേഴ്സൺ മാറി, അനുവായി. വീണ്ടും പേഴ്സൺ മാറി, എന്തായി? മനുവായി. ആദ്യം അനു ചോദിക്കാണ്, വേർ ആർ യു ഗോയിങ്? നീ എവിടെ പോവാണ്? അപ്പൊ അടുത്തത് ആരാണ് മറുപടി പറയുന്നത്? മനു ആണ് മറുപടി പറയുന്നത്. ഐ ആം ഗോയിങ് ടു ദി മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിലോട്ട് പോവാണ്. ആളുകൾ മാറി വരുന്നത് കണ്ടോ മക്കളെ? ഒരു ചോദ്യം അതിന് ഉത്തരം എന്നുള്ള രീതിയിൽ പോകുന്നത് കണ്ടോ? ഇനി അടുത്ത നോക്കിക്കേ, അനു പറയാണ്, വാട്ട് ഡു യു വാണ്ട് ടു ബൈ? നിനക്ക് എന്താണ് മേടിക്കാനുള്ളത്? മാർക്കറ്റിലേക്ക് പോവാണെന്ന് പറഞ്ഞല്ലോ, നിനക്ക് എന്താണ് മേടിക്കാനുള്ളത് എന്ന് ചോദിക്കാണ് അല്ലേ? അപ്പൊ മനു പറയാണ്, ഐ വാണ്ട് ടു ബൈ സം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എന്താ പറഞ്ഞത്? ഐ വാണ്ട് ടു ബൈ സം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എനിക്ക് എന്ത് മേടിക്കണം? ഫ്രൂട്ട്സ് അല്ലേ, കുറച്ച് പഴങ്ങളും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ്, പച്ചക്കറികളും ഒക്കെ മേടിക്കണമെന്നാണ് ആര് പറയുന്നത്? മനു പറഞ്ഞത് അല്ലേ? അടുത്തത് വീണ്ടും നമ്മുടെ അനു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വിച്ച് ഫ്രൂട്ട്സ് ഡു യു ലൈക്ക്? നിനക്ക് ഏത് തരം ഫ്രൂട്ട് ആണ് ഇഷ്ടം എന്ന് ചോദിക്കുകയാണല്ലേ? എന്താ ചോദിച്ചത്? വിച്ച് ഫ്രൂട്ട്സ് ഡു യു ലൈക്ക്? ഏത് പഴങ്ങളൊക്കെയാണ് നിനക്ക് ഇഷ്ടമെന്ന് ആര് ചോദിച്ചു? അനു ചോദിച്ചു. ഇനി അടുത്തത് ആര് മറുപടി പറയണം മക്കളെ? ആരാ പറയേണ്ടത്? പറഞ്ഞേ. മനു മറുപടി പറയണം. മനു എന്താ പറയുന്നത് നോക്കിക്കേ. മനു, ഐ ലൈക്ക് ആപ്പിൾസ് ആൻഡ് ബനാന. എന്താ പറഞ്ഞത്? ഐ ലൈക്ക് ആപ്പിൾസ് ആൻഡ് ബനാനാസ്. എനിക്ക് ആപ്പിളും അതുപോലെ തന്നെ ബനാന അല്ലെ, പഴങ്ങളൊക്കെയാണ് എന്താ ഇഷ്ടം എന്ന് ആര് പറയാണ്? മനു പറഞ്ഞു. എഗെയിൻ എന്ത് ചെയ്യാണ്? നമ്മുടെ അനു പറയാണ്, ദ മാർക്കറ്റ് ഈസ് വെരി ബിസി ടുഡേ. ഇന്ന് മാർക്കറ്റ് എന്താണ്? നല്ല ബിസി ആണല്ലേ, നല്ല തിരക്കാണെന്ന് മാർക്കറ്റില് എന്ന് പറയാണല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ മനു പറയാണ്, യെസ് മെനി പീപ്പിൾസ് ആർ ഹിയർ. അതെ അതെ, ഇവിടെ എന്തുണ്ട്? ഒരുപാട് ആളുകളുണ്ട് എന്ന് ആര് പറയാ മക്കളെ? മനു പറയാണ് അല്ലേ? ഓക്കെ, ദെൻ അനു പറയാണ്, ഓക്കെ സീ യു ലേറ്റർ. മനു എന്ത് പറഞ്ഞു? സീ യു. കണ്ടോ മക്കളെ, എന്താ പറഞ്ഞിട്ടുള്ള? അനു പറഞ്ഞു ഓക്കെ സീ യു ലേറ്റർ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കാണാം എന്ന് പറയാണ്. അപ്പൊ മനു എന്ത് പറയാണ്? സീ യു എന്ന് പറയാ. ഓക്കെ സീ യു, ബൈയോ എന്ത് വേണമെങ്കിലും മക്കൾക്ക് ചേർക്കാവുന്നതാണ്. ഓക്കെ അല്ല മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു കോൺവെർസേഷൻ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഹലോ സ്പെല്ലിങ് പഠിച്ചോളൂ. അതുപോലെ തന്നെ താങ്ക് യു എന്നതിന്റെ സ്പെല്ലിങ് പഠിക്കുക. ദെൻ ബൈ എന്നതിന്റെ സ്പെല്ലിങ് പഠിക്കുക. സീ യു അല്ലെ, സീ യു ലേറ്റർ തുടങ്ങിയിട്ടുള്ളവയുടെ ഒക്കെ സ്പെല്ലിങ് മക്കളൊന്ന് പഠിച്ചിരുന്ന മക്കളെ നമുക്ക് ഒട്ടുമിക്ക എല്ലാ കോൺവെർസേഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സുകളാണ്. സ്പെല്ലിങ് തെറ്റാതിരിക്കാനാണ് മിസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഹലോ, ഹായ്, താങ്ക് യു, അതുപോലെ തന്നെ ബൈ, സീ യു ലേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മക്കൾക്ക് പഠിക്കാവുന്നതാണ്. ഒരുവിധം എല്ലാ കോൺവെർസേഷനിലും അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ല മക്കളെ? അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കോൺവെർസേഷൻ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ ആരാണ് അതിലെ ക്യാരക്ടേഴ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ? ആരൊക്കെ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ എന്തിനെ കുറിച്ചാണ് ആ ടോപ്പിക് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണ് സബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു എന്ത്? സിമ്പിൾ സെന്റൻസ് അല്ലെ, സിമ്പിൾ ഓർ ഷോർട്ട് സെന്റൻസുകൾ എന്ത് ചെയ്യാം? മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. സിമ്പിൾ ആയിട്ടുള്ളതും ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസുകൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ആളുകൾ എന്ത് ചെയ്യുക? മാറി മാറി മാറിയാണ് എന്ത് ചെയ്യുക? കോൺവെർസേഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ? ഓക്കെ, ഒരാള് ഒരു കാര്യം പറഞ്ഞു, അടുത്ത ആൾ അടുത്ത കാര്യം പറഞ്ഞു, വീണ്ടും അടുത്ത ആള് അല്ലെ, ഇതേ രീതിയിൽ എന്ത് ചെയ്യണം? ആളുകൾ പേഴ്സൺസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. അത് നമ്മൾ പറഞ്ഞു അല്ലെ. ദെൻ ലാസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? അത് നല്ല രീതിയിൽ ഒരു എൻഡിങ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു ബൈ, താങ്ക് യു തുടങ്ങിയിട്ടുള്ള അല്ലെ, സീ യു ലേറ്റർ തുടങ്ങിയിട്ടുള്ള ഒരു എൻഡിങ് എന്തിനു വേണം മക്കളെ? ഒരു കോൺവെർസേഷൻ എഴുതുമ്പോൾ അവിടെ ആവശ്യമാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പം ഇത്തരത്തിൽ വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട് ഇനി നിങ്ങളുടെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ. ക്ലിയർ അല്ല മക്കളെ? ഈസി ആണല്ലോ? ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കോൺവെർസേഷൻ ഒക്കെ നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.